حياكم الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. السلام عليكم ورحمة الله وبركاته. എല്ലാവർക്കും എൻ്റെ ശബ്ദം ഓക്കെ അല്ലേ? ആരെങ്കിലും ഒരാൾ റെസ്പോണ്ട് ചെയ്താൽ നന്നായിരിക്കും ഇൻഷാ അല്ലാ. ശബ്ദം കേൾക്കുന്നുണ്ട്. ഒന്നും കൂടി ലൗഡ് ആക്കിയാല്. ഓക്കെ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നതുപോലെ ബർക്കത്തുള്ളൊരു പ്രഭാതത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഭയങ്കര സന്തോഷം. അൽഹംദുലില്ലാ, ഈ ഒരു ഏറ്റവും നല്ല സമയത്ത് ഏറ്റവും നല്ല അഹ്ലുകാരോട് കൂടി സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതിൽ ആദ്യമായിട്ട് അള്ളാഹുവിന് ശുക്രയാണ്. അൽഹംദുലില്ലാ. സുബ്ഹാനല്ലാഹ്. പിന്നെ അർഷദ് മല്ലിം, ഇവരുടെ മൈക്ക് മൊത്തത്തിൽ മ്യൂട്ട് ചെയ്തതാണോ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? മൊത്തത്തിൽ മ്യൂട്ട് ചെയ്തതാണ്. വേണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഒഴിവാക്കാം. എന്താ ജസ്റ്റ് ചെയ്യുന്നത്? ഞാൻ ഓക്കെ പറയുമ്പോൾ മാത്രം ഒന്ന് ഇതാക്കിയാൽ മതി. എല്ലാത്ത സമയത്ത് അങ്ങനെ മ്യൂട്ട് ചെയ്തിട്ട് തന്നെ വെച്ചോ, ഡിസ്റ്റർബ് ആവണ്ട ഇൻഷാ അല്ലാ. ഓക്കെ, ഇൻഷാല്ലാ പറയുമ്പോ ഓണാക്കാം. ഓക്കെ ഓക്കെ. ജസാക്കുമുല്ലാഹ് ഖൈർ. അറ്റൻഡ്. ഏതായാലും അള്ളാഹുവിനോടുള്ള ഒരു ഹുസ്നു തന്നെ നമ്മളുടെ ഹൃദയത്തിൽ എന്നും അവസാന ശ്വാസം വരെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ആദ്യമായി എനിക്ക് വേണ്ടിയിട്ടും നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടും ഇൻഷാ അല്ലാ. നമ്മളുടെയൊക്കെ മനസ്സിൽ നമ്മളുടെ റബ്ബിനെ പറ്റിയിട്ടുള്ള ചിന്ത എന്താണ് എന്നുള്ളത് ഇൻഷാ അല്ലാ ഒരു രണ്ടാൾക്കാർ എന്താ പറയുക, നല്ല ഓപ്പണായിട്ട് സംസാരിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒന്ന് രണ്ട് വാക്കിലല്ല. ആർക്കാ പറയാൻ പറ്റാം നമ്മളുടെ റബ്ബിനെ പറ്റിയിട്ടുള്ളൊരു നല്ല വ്യക്തമായ എന്താണ് ഇപ്പോൾ നമ്മളെ മനസ്സിലുള്ള ഒരു അവസ്ഥ എന്ന് ഇൻഷാ അല്ലാ ഹാൻഡ് റൈസ് ചെയ്യുന്ന ഫസ്റ്റത്തെ രണ്ടാൾക്ക് ഓപ്ഷൻ തരാം. അർഷദ മാലിമ നോക്കിയിട്ട് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കണേ. ഷാജിദ വി കെ പറഞ്ഞോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. റബ്ബിനെ പറ്റിയിട്ടാണെങ്കിൽ എനിക്ക് റബ്ബിൻ്റെ വഖാർ, റബ്ബിൻ്റെ ഗാംഭീര്യം അത് വല്ലാണ്ട് എൻ്റെ ഇസ്സത്ത് എനിക്ക് ഭയങ്കര പ്രൗഡാ. എവിടെയും അള്ളാഹിൻ്റെ വഖാർ ഉയരണം, അങ്ങനെ ആവരുത്. അതിനെപ്പറ്റി കുറേ സംസാരിക്കാനുണ്ട്, പക്ഷെ ഏതായാലും മാലിമ സുമിയ ഉണ്ടല്ലോ, ഇൻഷാ അല്ലാ. അല്ല ഷാജിത്ത്, ഇൻഷാ അല്ലാ 2 മിനിറ്റ് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയം തന്നെയാണ്. കുറച്ച് വിശദമായിട്ട് പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ ഇൻഷാ അല്ലാ. ഇല്ല, 2-3 മിനിറ്റ് സംസാരിക്കാം. എവിടെയെങ്കിലും എന്തെങ്കിലും തിന്മകളോ അല്ലെങ്കിൽ നല്ല നല്ല കാഴ്ചകളോ കാണുമ്പോൾ, തിന്മകൾ കാണുമ്പോൾ എൻ്റെ കണ്ണെന്ന് പറയും അള്ളാഹിൻ്റെ ഗാംഭീര്യം എന്താ ഒരു കാണാത്തത്, എന്താ റബ്ബ്, ആരാ റബ്ബ്, എന്താ ഈ ഇപ്പോൾ ഖുർആനിൽ തന്നെ നമ്മളെ അഹ്സാബിലില്ലേ ലാസ്റ്റ് ആയിട്ട് അവിടെ പിന്നെ ഖുർആനാകുന്ന അമാനത്ത് ഏൽപ്പിച്ചിട്ട് നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്തതല്ലോ. അള്ളാഹിനൊക്കെ പറഞ്ഞ് എന്താ പറയാ, പർവ്വതങ്ങളെയും ആകാശങ്ങളെയും ഭൂമിനെയും എല്ലാം ഇത് ഏൽപ്പിച്ചിട്ട് ആരും ഇത് ഏറ്റെടുക്കാണ്ട് മനുഷ്യനത് ഏറ്റെടുത്തിട്ട് എന്നിട്ട് അവിടെ മനുഷ്യനെ അപ്രിഷിയേറ്റ് ചെയ്തില്ലല്ലോ. പറഞ്ഞു ഓന് ജഹൂലാവും ലാലിമ. അതിൽ കേൾക്കുമ്പോൾ എനിക്ക് സങ്കടാവും, എനിക്ക് പേടിയാവും. ആ ഒരു ആ ഒരു അമാനത്ത് മനുഷ്യൻ അത്ര അക്രമി ആയതുകൊണ്ടല്ലോ അള്ളാഹ് അങ്ങനെ പറയാൻ കാരണം. ഈ ഒരു ഖുർആൻ ഏറ്റെടുത്തിട്ട് അതുകൊണ്ടുള്ള അങ്ങനെ എന്തിപ്പോ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്തോണ്ട് ഒന്നും പറയാൻ കിട്ടുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ജസാക്കുമുല്ലാഹ് ഖൈർ. മനസ്സിലായി സാജിദ. സുബ്ഹാനല്ലാഹ്. ഇനി രണ്ടാമത് ആരാണ് സംസാരിക്കാൻ? ഇൻഷാ അല്ലാ രണ്ടായിരം സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കണ്ടിന്യൂ ചെയ്യട്ടോ ഇൻഷാ അല്ലാ. രണ്ടാമത് ആരാണ് അൺമ്യൂട്ട് ചെയ്യുന്നത്? മിൻഹ റഷീദ്. മിൻഹ റഷീദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിനെ പറ്റിയിട്ട് ഓർക്കൽ എന്ന് പറയുമ്പോൾ പടുത്ത് കഴിഞ്ഞ വയനാട് ദുരന്തം തന്നെ അതിന് വലിയൊരിതാണ്. എന്താ പറഞ്ഞ ആ ഒരു ചെറിയൊരു ഭാഗം പൊട്ടിയിട്ട് ആ 3 ഗ്രാമം ഇല്ലാണ്ടായി.
അത് എന്ത് കാരണം എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങള്. പക്ഷേ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അതാരും ചിന്തിക്കുന്നില്ല. മുസ്ലിമായ ഇതിൽ തന്നെ ചിന്തിക്കുന്നില്ല, അത് വേറെ കാര്യം. അതിന്റെ ഒരു അത്ഭുതം. അപ്പൊ ഒരു ചെറിയൊരു ഭാഗം ഭൂമിന്റെ ഒരു കടുക് മണി ഇളകിയോന്നും കൂടി എനിക്കറിയില്ല ഈ വയനാട് ദുരന്തം. അപ്പൊ അള്ളാഹുവിന്റെ മഹത്വം ആലോചിക്കാണ്. ഒരു നമ്മുടെ മനുഷ്യന്റെ അവസ്ഥ, മണ്ണിൽ നിന്ന് ഉണ്ടാക്കി മണ്ണുകൊണ്ട് ജനിച്ച ആ മനുഷ്യന്റെ നിസ്സായ അവസ്ഥയും അള്ളാഹുവിന്റെ അർഷിൽ നിന്നിട്ട് അള്ളാഹു കൈകാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നുന്നു. റബ്ബേ, ആ ഒരു ദുരന്തം ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അള്ളാഹുവിന്റെ പിന്നെ മഹത്വം എത്ര പറഞ്ഞാലും മനസ്സിലാവൂല ആ ഇതിൽ നിന്നെല്ലാം കാണുമ്പോൾ. എന്തായാലും ഖുറാനിൽ പറഞ്ഞത് നമ്മൾ കണ്ണുകൊണ്ട് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഈ കാലഘട്ടത്തില്. പിന്നെ ഈ ഫോൺ എന്ന് പറഞ്ഞാൽ ഫോണിൽ നന്മയും ഉണ്ട്, ഫോണിൽ അതമ്പതിച്ച ഇസ്ലാം സമൂഹം തന്നെ എന്ന് പറയാം. പിന്നെ അതിലിങ്ങനെ അള്ളാഹുവിന്റെ മഹത്വം എന്ത് കാരണം ഖുറാനിൽ ഇത്ര നിയമങ്ങൾ നമ്മൾക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇറക്കി, എന്ത് കാരണം അള്ളാഹു ഖുറാനിലൂടെ നമുക്ക് ഇത്രയും പഠിപ്പിച്ച് തന്നു ഇസ്ലാം സമൂഹത്തിന് എന്നുള്ളത് ഇങ്ങനെ ഇപ്പൊ ഈ പ്രശ്നത്തിലൂടെ മനസ്സിലായി. ഇപ്പൊ സിനിമാ രംഗത്ത് തന്നെ ഉള്ളത് ഈ കഥക് തട്ടല്, അതെല്ലാം ഒക്കെ ഇങ്ങനെ മനസ്സിലായി എന്ത് കാരണമാണ് ഇസ്ലാമിൽ ഇങ്ങനെ ഒരു ശ്രദ്ധിക്കാൻ പറഞ്ഞു സ്ത്രീകളെ, എന്ത് കാരണം പ്രൊട്ടക്ട് ഇങ്ങനെ സ്ത്രീകൾക്ക് വേണം എന്ന് പറഞ്ഞു. അതൊക്കെ ഇങ്ങനെ ഈ കാലഘട്ടവും നമ്മൾക്ക് ഖുറാനും നോക്കുമ്പോൾ അത് മനസ്സിലാവും നമുക്ക്. എല്ലാം തന്നെ മക്കളിലൂടെ സമ്പത്തോടെ എല്ലാം നമ്മൾക്ക് ആലോചിക്കുമ്പോൾ അള്ളാഹു എന്ത് കാരണം ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് നമ്മൾ കൂടി ചിന്തിച്ചാൽ നമുക്ക് കറക്റ്റായ ആൻസർ കിട്ടും. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹും ഇല്ല. അതന്നെ സത്യം. അത് എത്ര പറഞ്ഞാലും അത് മനസ്സിലാവൂല. ജസാക്കല്ലാഹു ഖൈറൻ. ആമീൻ വയ്യാക്കും. ഒരുപാട് ജസാക്കുമുല്ലാഹ് ഖൈർ അങ്ങോട്ടേക്ക് രണ്ടുപേർക്ക്. സുബ്ഹാനല്ലാഹ്. എന്താ പറയാ, വേറെ തന്നെ രീതിയിൽ ആ മനസ്സിനെ അള്ളാഹുവിന്റെ ഗാംഭീര്യത്തിനെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മനസ്സിലും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. പക്ഷെ അതിനെ ഒന്നും കൂടിയും പുതുക്കാനും ആ ഒരു ഗാംഭീര്യം ഒന്നും കൂടി മനസ്സിലാക്കാനും സാധിച്ചു. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. നമ്മള് ഇവിടെ ഈ ഒരു സദസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴുള്ളതുപോലെ ഒരു വിഷയത്തിനെ ആസ്പദമാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു അവഗാഹമായിട്ടുള്ള ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കാനല്ല, പരസ്പരം ഈമാന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മുദാക്കിറകൾ കൊണ്ട് നമ്മൾ മുഅ്മിനീങ്ങൾക്ക് നഫ ഉണ്ടാവും, ഉപകാരം ഉണ്ടാവും എന്നാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത്. ആ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ടോക്ക് മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദഅവത്തുൽ ഇലല്ലാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ മനസ്സിൽ കണ്ടൊരു വിഷയം ഉണ്ടാവും. പക്ഷെ അതിനൊന്നും കൂടി എന്താ പറയുക, ഒരു ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ രണ്ടാൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം തന്നത്. സുബ്ഹാനല്ലാഹ്. ഏതായാലും നമ്മളുടെ റബ്ബ് ഈ പറഞ്ഞ പോലെ എന്താ സുബ്ഹാനല്ലാഹ്, നമ്മളെ മുസ്ലിങ്ങൾക്ക് ശരിക്കും ഒരു ഇസ്സത്താണ്. കാരണം എന്താ അറിയോ, നമ്മൾ ഇപ്പം ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു ഭൗതികപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വലിയ നാട്ടിലൊരു വലിയ ഒരു സ്ഥാനമുള്ള ഒരാളുടെ മകളാണ് നമ്മൾ പറയുമ്പം തന്നെ നമുക്കൊരു ഭയങ്കര ഒരു എടുപ്പായിരിക്കും അല്ലേ. ഇന്ന നാട്ടിലെ ഇന്ന ഒരു പ്രമുഖന്റെ മകളാണെന്ന് പറയുമ്പം തന്നെ മറ്റുള്ള ആളുകളിൽ നിന്ന് ആ മകൾക്കൊരു വ്യത്യാസമുണ്ട്. അതുപോലെ നമ്മളുടെ റബ്ബിന്റെ അബ്ദാണ്, അടിമയാണെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ കാലത്ത് പറയുന്നത് പോലെ മറ്റുള്ളവർ കുറേ ഒരു അടിമ സ്റ്റൈലാണ് ഇസ്ലാമിലുള്ള മതം. ഇസ്ലാം മതം ഒരു അടിമ രീതിയാണ്, റബ്ബെല്ലാം പറയാം അതെല്ലാം അനുസരിക്കാം. പക്ഷെ അത് വിവരമില്ലാത്ത വിവരദോഷികൾക്ക് മാത്രം. അള്ളാഹു എനിക്ക് തോന്നുന്നത് പലപ്പോഴും അള്ളാഹു അവർക്ക് തെളിയിച്ച് കൊടുക്കാത്തതാണ് നമ്മളുടെ ഒരു ഇസ്സത്ത്. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മളുടെ റബ്ബ് ആരാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ റബ്ബിന്റെ അബ്ദാകുന്നതിൽ നമുക്ക് അഭിമാനം ഉണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ജസ്റ്റ് ഒരു ഈമാനികമായിട്ടൊരു ഇമോഷണലി ടച്ച് ചെയ്യുന്ന ഒരു മേഖല മാത്രമാണ് കേട്ടോ സംസാരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ വുളുവൊക്കെ ചെയ്ത് വാങ്ക് കൊടുക്കുന്നതും കാത്തിരുന്ന് മുസല്ല വിരിച്ച് ഇങ്ങനെ അള്ളാൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാ ഹൃദയം ഒന്നൊന്ന് ഫ്രീ ആക്കി, മറ്റുള്ള തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി ഒരു ശാന്തമായ ഒരവസ്ഥയിൽ നമ്മൾ ബാങ്കിനെ കാത്ത് നിൽക്കുകയാണെങ്കിൽ, എന്നിട്ട് പിന്നെ എന്താ പറയുക, ബാങ്ക് കൊടുത്ത പാട് അല്ലെങ്കിൽ തഹിയ്യത്തുൽ വുദു നമസ്കരിച്ച് പിന്നെ ഫർള് നിസ്കാരത്തിന് മുന്നേ ഉള്ള സുന്നത്തുകളൊക്കെ നമസ്കരിച്ച് സുബ്ഹാനല്ലാഹ് രണ്ട് കൈയും കെട്ടിയിട്ട് സുബ്ഹാനല്ലാഹ് ഇമാമിൻ്റെ ഖിറാഅത്ത് അത്രമേൽ ഹൃദ്യമാണെങ്കിൽ പിന്നെ സുബ്ഹാനല്ലാഹ് അതിനൊരു മാധുര്യം. ശരിക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പം തന്നെ യാ റബ്ബ്
നമ്മളെ ഹൃദയം ഇങ്ങനെ എന്താ പറയാ, കാരണം നമ്മളെ റബ്ബിന് സുബ്ഹാനല്ലാഹ് എങ്ങനെയാണ് ആ റബ്ബിനോടുള്ള ഇഷ്ടം നമ്മളുടെ മനസ്സിന്ന് പൊട്ടി ഒഴുകുന്നത് എന്ന് മനസ്സിലാവില്ല. ആ സർവ്വലോകങ്ങളുടെ റബ്ബായിട്ടുള്ള അള്ളാന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ ചെയ്തു തന്നതിനൊക്കെയും അൽഹംദുലില്ലാഹ് യാ റബ്ബ് എന്ന് മനസ്സ് പൊട്ടിയിട്ട് അവിടെ അള്ളാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതിനേക്കാൾ ആസ്വാദ്യകരമായിട്ടുള്ള മറ്റേത് കൂടിക്കാഴ്ചയാണ് നമുക്കുള്ളത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ആ നമസ്കാരത്തിന്റെ തൊട്ട് മുന്നേ വരെ നമ്മള്, കാരണം അള്ളാന്റെ ഒന്ന് ആലോചിച്ച് എടുക്കുന്ന ഓരോ ശ്വാസവും പുറത്തു വിടുന്ന ഓരോ ശ്വാസവും അതുപോലെ നമ്മൾ ഇന്നീ സംസാരിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നതാണെങ്കിലും നിങ്ങൾ കേൾക്കുന്നതാണെങ്കിലും, നമ്മൾ കൈ അനക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, വസ്ത്രം ധരിക്കുന്നുണ്ട്, അങ്ങനെ ഒരു സെക്കൻഡ് പോലും നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അതായത് വിട്ടുപോകുന്നില്ല. നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഓരോ സെക്കൻഡും കടന്നു പോകുന്നത്. ആ ഒരു സെക്കൻഡിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതായത് ഇതൊക്കെയും നമ്മൾ നമ്മളുടെ പുറത്ത് ഏറ്റെടുത്തിട്ട് അള്ളാഹിന്റെ മുമ്പിൽ ഇങ്ങനെ തല കുനിച്ച് നിന്നിട്ട് പറയാ യാ റബ്ബ് അൽഹംദുലില്ലാഹ്. അതാ ഖിറാഅത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറയുമ്പോൾ നമ്മളെ മുതുകിങ്ങനെ താണ് പോണം. കാരണം അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞാൻ എന്താ നേരെ നിൽക്കാൻ പറ്റാത്തവനായിട്ടാണുള്ളത്. സുബ്ഹാനല്ലാഹ്, അത്രമേൽ അനുഗ്രഹത്തിന്റെ ഇടയിലാണ് നമ്മളുള്ളത്. രണ്ടാമത് അർ-റഹ്മാൻ റഹീം. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്ക്, ആ റബ്ബ് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളുടെ കടലോളുള്ള അനുഗ്രഹങ്ങളിൽ നമ്മൾ പകരം ചെയ്യുന്ന ദുൽമകളുടെ എണ്ണം എന്താ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ സൂറ ഇബ്രാഹിമിൽ ഖുർആനിൽ പറയുന്നില്ലേ, وآتاكم من كل ما سألتموه وإن تعدوا نعمة الله لا تحصوها. സുബ്ഹാന അല്ലാഹ്, അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ എണ്ണാൻ നിന്നാ നമുക്ക് കഴിയോ? തീരും അത്? സുബ്ഹാന അല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നിട്ട് അള്ളാഹ് പറയുന്നുണ്ട്, وإن تعدوا نعمة الله لا تحصوها إن الإنسان لظلوم كفار. അതായത് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ എണ്ണുന്ന തീരുടെ മനുഷ്യന്മാർ പക്ഷെ എന്താണ്? ലظلوم كفار. സുബ്ഹാനല്ലാഹ്. അപ്പം അത്രയും അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹുവിന്റെ കോപത്തെ മുൻകടന്നിട്ടുണ്ടല്ലോ അല്ലെ, നമുക്ക് എല്ലാവർക്കും അതറിയാം. അപ്പം ആ റബ്ബിന്റെ റഹ്മത്തും ആ റബ്ബിന്റെ കാരുണ്യം കൊണ്ടാണ് ഇന്നും നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ ജീവിച്ചു പോകുന്നത്. അപ്പൊ അവിടെ വീണ്ടും നമ്മളുടെ തല കുനിയാണ്, ഹംദ് ചെയ്യുന്നതിനെക്കാട്ടി ഒന്നും കൂടി തല താണാണ്. കാരണം അത്രയും അള്ളാഹിന്റെ റഹ്മത്ത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അള്ളാഹു പിന്നെ കിടക്കാണ് മാലിക് യൗമിദ്ദീൻ, പിന്നെ നമ്മളെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്താണ്. സുബ്ഹാനല്ലാഹ്, നിനക്കൊരു മരണമുണ്ട്, ഈ മരണത്തിന് ശേഷം നീ നാളെ പരലോകത്ത് പോയി റബ്ബിന്റെ കോടതിന്റെ മുമ്പിൽ, അന്നത്തെ ആ ദിവസത്തിന്റെ രാജാതിരാജനാണ് അള്ളാഹു. തമാശയും കളിയല്ല. ഞാൻ ചെയ്തതൊക്കെ ഞാൻ മറന്നിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ചെയ്തതും ഞാൻ മറന്നതും അവിടെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുന്ന ഒരു ദിവസമാണിത്, മാലിക് യൗമിദ്ദീൻ. അതായത് ആ യൗമുൽ ഖിയാമയിൽ ആ ഹിസാബ് നിരത്തിയിട്ട് നമ്മളെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളുടെ കാൽമുട്ട് വിറക്കും. അങ്ങനത്തെ ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. അപ്പൊ സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ പിന്നെ ഒന്ന് ഞെരുക്കാണ്, ഒന്ന് ഇടുക്കാണ്, നമ്മളൊന്ന് എന്താ പറയാ വിറപ്പിക്കാണ് മാലിക് യൗമിദ്ദീൻ എന്നുള്ള ഗൗരവപ്പെട്ട ആയത്ത് കൊണ്ട്. സുബ്ഹാനല്ലാഹ്, അന്ന് സുബ്ഹാനല്ലാഹ് യൗമുൽ ഖിയാമനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ശരിക്കും ഫാത്തിഹ ഓതുമ്പോൾ തന്നെ നമ്മൾ കരയാൻ തുടങ്ങണം എന്നാണ്. സുബ്ഹാനല്ലാഹ്, കാരണം അത്രമേൽ ഗൗരവമുള്ള ഒരു നമ്മളെ മനുഷ്യ മനസ്സുകളെ എല്ലാ ഗഫ്ലത്തൊന്നും മാറ്റി നിർത്തുന്ന ഒരു സൂറത്താണ് സൂറ ഫാത്തിഹ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ആ പോകാനുള്ള ഇടം നമ്മൾ ഈ ദുനിയാവ് പോലെ കളി തമാശകളല്ല. ഇന്ന് നമുക്ക് എന്തുണ്ട്? നമ്മളോട് അറിയാതെ പാപം ചെയ്തു മനുഷ്യരാണ്, അറിഞ്ഞും ചെയ്തു അറിയാതെയും ചെയ്തു. നമുക്ക് റിപ്പന്റ് ചെയ്യാൻ അവസരങ്ങളുണ്ട്, അതായത് തൗബ ചെയ്ത് മടങ്ങാൻ അവസരങ്ങളുണ്ട്. ചിലപ്പം ചില പാപങ്ങൾ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നൊരു മാനസികാവസ്ഥ ചിലപ്പോൾ നമുക്ക് വന്നേക്കാം. അങ്ങനെ ഈ ദുനിയാവ് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. കുറച്ച് കളിക്കും, കുറച്ച് ചിരിക്കും, കുറച്ച് അള്ളാഹിനെ പറ്റിയിട്ടൊക്കെ പറയും എന്നുള്ളൊരു പേരിൽ നമ്മൾ ഇരിക്കും. പക്ഷെ അന്നത്തെ ദിവസം അങ്ങനെയല്ല. അന്ന് അള്ളാഹുവിന്റെ ശിക്ഷ നമ്മളെ മേൽ വിധിച്ചിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, പിന്നെ നമുക്ക് അവിടെ രക്ഷയില്ല. സൂറ അൽ ഫജ്റിൽ പറയുന്നത് എന്താ?
അള്ളാന്റെ പിടുത്തം ഒരു പിടുത്താണ്. അള്ള ശിക്ഷിക്കുന്ന പോലെ വേറൊരാളും നമ്മളെ ശിക്ഷിക്കാനില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ സെക്കൻഡും നാളെ അവിടെ നിവർത്തി വെക്കപ്പെടാൻ പോകുന്നുണ്ട്. അന്ന് എനിക്ക് തിരിഞ്ഞോടാനുള്ള ഒരു അവസ്ഥയില്ല. അന്ന് എന്നെ ആരും രക്ഷിക്കാനില്ല. എന്നെ ഉപദേശിക്കുന്ന എന്റെ സുഹൃത്തുക്കളില്ല. എന്റെ നന്മയിലേക്ക് വിളിക്കുന്ന ആൾക്കാർ അള്ളഹാനോട് പോയിട്ട് അള്ളാഹുക്ക് ഒരു എക്സ്ക്യൂസ് കൊടുക്കുന്ന പറയാൻ ഒരു മനുഷ്യരും ഇല്ല, ഒരു മഖ്ലൂഖും ഇല്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ളൊരു മാലിക് യൗമിദ്ദീൻ, ആ യൗമുദ്ദീന്റെ മാലിക്കിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ നമ്മൾ അള്ളാഹു ഗൗരവപ്പെടുത്താണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അള്ളാഹ് വീണ്ടും കൊണ്ടുപോകണം നമ്മളെ പ്രതീക്ഷന്റെ കൈ പിടിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ യാ റബ്ബ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് പറയാണ്, നിനക്കാണെങ്കിലും നിന്നെ കൈപിടിച്ച് നടത്താൻ ഞാനുണ്ട്. നിന്റെ അബിദല്ലേ, എന്നോട് ഇഖ്ലാസോട് കൂടി ദുആ ചെയ്യുന്ന എന്റെ അബിദല്ലേ നീ. നിന്നെ കൈപിടിച്ച നടത്താൻ ഞാനുണ്ട്. നീ എന്നോട് സഹായം തേട്. നമ്മൾ അള്ളാഹിനോട് പറയാണ്, ഇയ്യാക നഅ്ബുദ്, അള്ളാഹു നിനക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇബാദത്ത് ചെയ്യുന്നുള്ളൂ. എന്റെ ഇബാദത്തുകളൊക്കെയും നിനക്ക് വേണ്ടിയിട്ട് മാത്രാണ്. പിന്നെ പറയണെന്താ? സുബ്ഹാനല്ലാഹ്. നസ്തഈൻ, അള്ളാഹ് ഞാൻ ബലഹീനയാണ്, എനിക്ക് ചോദിക്കാൻ നീ മാത്രമേ ഉള്ളൂ. എന്ത് സഹായം തേടാനും ഏത് നട്ടപ്പാതിരാക്കും പൊട്ടിക്കരഞ്ഞ് ആ വാതില് മുട്ടാൻ അത് റബ്ബിന്റെ വാതില് മാത്രമേ നമുക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വീണ്ടും ഉള്ള പ്രതീക്ഷയോടെ ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭൂതിയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മൾ അള്ളാഹിനോട് പ്രതീക്ഷയോടെ തേടാണ്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം യാ റബ്ബ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവെ, ഈ അറിവില്ലാത്ത പാപങ്ങൾ ചെയ്തു കൂട്ടിയ ബലഹീനയായ ഈ ആബിദിനെ നീ സിറാത്തൽ മുസ്തഖീമായിട്ടുള്ള ഒരു പാതയിലേക്ക് നീ നയിക്കണേ റബ്ബേ. നിനക്കല്ലാതെ അതിന് സാധിക്കൂല. എന്റെ ഇൽമു കൊണ്ട് എനിക്ക് നേരായ പാതയിൽ എത്താൻ പറ്റണമെന്നില്ല. എന്റെ കുടുംബത്തിന്റെ മഹിമ കൊണ്ട് എനിക്ക് പറ്റണമെന്നില്ല. എന്റെ സമ്പാദ്യം കൊണ്ട് എനിക്കത് പറ്റണമെന്നില്ല. റബ്ബെ, നീ നടത്തിയാലല്ലാതെ. പിന്നെ ആ വഴിയെ പറ്റി നമ്മൾ കൂടുതൽ മനോഹരാക്കി പറയാണ്, സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അല്ലാഹു നീ അനുഗ്രഹിച്ച പാതയാണത്. സുബ്ഹാനല്ലാഹ്. അതിലായിട്ട് അള്ളാഹ് സുബ്ഹാനഹു തആല നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തായി? അനുഗ്രഹീതരായി. ഇരു ലോകത്ത് നമ്മളെ കാര്യം സേഫായി. അതുകൊണ്ട് 5 വഖത്തും പിന്നെ നമ്മൾ അള്ളാഹുവിനോട് 2 വിഭാഗങ്ങളിൽ പെടുത്തരുതേ എന്ന് ദുആ ചെയ്യുന്നുണ്ട് അല്ലേ? ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. അതായത് അള്ളാഹുവിന്റെ കോപം. സുബ്ഹാനല്ലാഹ്. അതിന്റെ ആ ആയത്തിന്റെ തഫ്സീറുകൾ ശരിക്കും 2 വിഭാഗത്തിനെ പറ്റിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ മെൻഷൻ ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെങ്കിൽ അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായവരും അതുപോലെ വഴിപിഴച്ചവരും. സുബ്ഹാനല്ലാഹ്. ജൂതന്മാരെ പറ്റിയിട്ടും ക്രിസ്ത്യാനികളെ പറ്റിയിട്ടുമാണ് അവിടെ പരാമർശിക്കപ്പെടുന്നതെങ്കിലും നമ്മളൊന്ന് ചിന്തിക്കുക, അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായവരായിട്ടാണ് നമ്മൾ ഈ ദുനിയാവിൽ മടങ്ങുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, എത്ര ഭയാനകരമാണ് നമ്മളുടെ പരലോക ജീവിതം. കുറെ ഇൽമുണ്ടായിട്ടും അത് അമല് ചെയ്യാതെ നമ്മൾ വഴി തെറ്റി നടക്കുകയാണെങ്കിൽ, അങ്ങനെ അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായവരാണ് നമ്മളെങ്കിൽ പരലോകത്ത് നമ്മളെ അവസ്ഥ എന്താണ്? സുബ്ഹാനല്ലാഹ്. അങ്ങനെ ശരിക്കും ആ ഫാത്തിഹ കഴിയുമ്പോഴേക്കന്നെ നമ്മൾ നമ്മളുടെ റബ്ബിന്റെ ആ സദസ്സില് അല്ലെ സന്നിധിയില് നമ്മളെ ഹൃദയം കൊണ്ട് ഇങ്ങനെ പരിപൂർണമായി ഇരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് അനുഭവപ്പെടണം. സുബ്ഹാനല്ലാഹ്. പേഴ്സണലി എനിക്ക് പറയുകയാണെങ്കിൽ സൂറത്തു നാസ് എന്നുള്ളത് ഭയങ്കര ഫീലിംഗ് ആണ്. എന്തോ അള്ളാഹിനിങ്ങനെ ഒരു ഒരു ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യും സൂറത്തു നാസ്. മറ്റുള്ള സൂറത്തിനേക്കാൾ എന്നല്ല, പക്ഷെങ്കിൽ സൂറത്തു നാസ് ഓതുമ്പോൾ ഒരു പ്രത്യേക ഒരു സേഫ്റ്റി ഫീലിംഗ് ആണ്. കാരണം എൻ്റെ റബ്ബ്, നമ്മളെ റബ്ബിനൊന്ന് ആലോചിക്ക്, നമ്മളെ റബ്ബിനോട് തന്നെ എന്താ അഭയം തേടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് തന്നിട്ടുള്ളത് അല്ലേ? അള്ളാഹ് വേറെ ആരുടെ അടുത്തേക്കെങ്കിലും നമ്മളെ തിരിച്ചു വിടുന്നുണ്ടോ? ഇല്ല. സുബ്ഹാനല്ലാഹ്. എന്തൊരു സമാധാനമാണ്, എന്തൊരു സുരക്ഷിതത്വമാണ് നമ്മളുടെ റബ്ബ് നമുക്ക് തരുന്നത്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സുബ്ഹാനല്ലാഹ്. ഇതിലൊക്കെ മെയിൻ ഘടകം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളൊരു വിശ്വാസി അല്ല ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ റബ്ബിനോട് ശുക്റുള്ള അവസ്ഥയാവുന്നത് നമുക്ക് കുറെ ധനം ഉണ്ടാവുമ്പോൾ, നല്ല സൗന്ദര്യം ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ദുനിയാവിൽ ഒരുപാട് ഉന്നതികൾ കീഴടക്കുമ്പല്ല, നല്ല
പ്രതീക്ഷയുള്ള, സമാധാനമുള്ള, അള്ളാഹുവിനെ ഏറ്റവും സന്തോഷത്തോടും സമാധാനത്തോടും ഏറ്റവും എന്താ പറയുക, ഒരു മൈൻഡ് അത്രയും കാമായിട്ട് ഉണ്ടാവുന്നൊരു ജീവിതമാണ് ഓരോ വിശ്വാസിക്കും ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് കുറെ വലിയ വീടുണ്ട്, ഓക്കെ, അൽഹംദുലില്ലാ 2-3 മക്കളുണ്ട്. ഒരാള് ദുബായിൽ നല്ല വെൽ സെറ്റിൽഡ് ആണ്, ഒരാളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, ഹസ്ബൻഡിന് നല്ല ജോലിയാണ്, വീട്ടില് നമുക്ക് വേലക്കാരിയുണ്ട്. പക്ഷെ രാവിലെ എണീക്കുമ്പോൾ മുതൽ നമ്മൾ കരയാണ്. എന്തൊക്കെയോ മനപ്രയാസങ്ങൾ മനസ്സ് കുത്തിപ്പറിക്കുന്നുണ്ട്. സന്തോഷം കിട്ടുന്നില്ല, സമാധാനം കിട്ടുന്നില്ല, ഒരു കാര്യം ചെയ്യാൻ തോന്നുന്നില്ല, എപ്പോഴും ടെൻഷൻ. ഇങ്ങനെയാണ് നമ്മളുടെ ജീവിതമെങ്കിൽ എന്ത് നന്മയാണ് നമ്മളെ ജീവിതത്തിലുള്ളത്? എങ്ങനെ നമ്മളൊന്ന് സമാധാനത്തോടെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈയ്യട്ടാം? അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരിമാരെ, മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ വിഷയം, നമ്മൾ ഇന്ന് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, സന്തോഷം എന്ന് പറയുമ്പോൾ പരിധി വിട്ട അല്ലെങ്കിൽ ഒരു അതിര് വിട്ട ആഹ്ലാദങ്ങളല്ല, മനസ്സമാധാനത്തോടു കൂടി നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞു അൽഹംദുലില്ലാ. കാരണം ദുനിയാവിൽ അനുഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓരോരുത്തർക്കും ഇത് അറിയാലേ. നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി, നമ്മളുടെ ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് വന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ ഡൗൺ ആയിപ്പോയ പല സാഹചര്യങ്ങളുണ്ട്. ഇപ്പവും പല ആൾക്കാരും ഡൗൺ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹൃദയത്തിൽ മുത്മഇന്ന, അള്ളാഹു ഖുർആനിൽ പറയുന്നത് എന്താ? അല്ലദീന ആമനു വല്ലദീന ആമനു സൂറ ഇബ്രാഹിമിലല്ലേ പറയുന്നത്? റാദിൽ പറയുന്നില്ല അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിന്റെ ദിക്റ് കൊണ്ടല്ലാതെ നമ്മളെ ഹൃദയത്തിന് സമാധാനം കിട്ടൂല. ആ സമാധാനം എന്നുള്ളൊരു സാധനത്തിന്റെ വലിപ്പം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നതാണ് അല്ലെ. നമുക്കറിയാം, ഇന്ന് നമുക്ക് സമാധാനം ഉണ്ടെങ്കിൽ നാളെ അത് നഷ്ടപ്പെടുമ്പോൾ നമ്മളിങ്ങനെ എന്താ പറയാ, ഒരു വല്ലാത്തൊരു ഒറ്റപ്പെടലും ഒരു എരിച്ചിലും നമുക്ക് ഫീൽ ചെയ്യും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ സമാധാനത്തോടെ ഓരോ സെക്കൻഡ്സും നമ്മൾ കഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് റബ്ബിനോട് ശുക്ർ ചെയ്തു. ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും, അള്ളാഹു അധികരിപ്പിച്ചു തരും, അള്ളാഹു നിലനിർത്തി തരും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. ഈ ഒരു അവസരത്തില് നിരാശയിൽ അകപ്പെട്ടു പോയ സഹോദരിമാർക്കും സഹോദരന്മാർക്കും മുസ്ലിമീങ്ങൾക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം ആത്മാർത്ഥമായിട്ട്. കാരണം അത്രമേൽ ഭയാനകരമായ ഒരു സിറ്റുവേഷൻ ലൈഫിൽ നമുക്ക് ഇനി വരാനില്ല. നിരാശ എന്ന് പറഞ്ഞാൽ അത് പൈസ ഇല്ലായിട്ട് വരുന്ന സാധനമല്ല, ആരോഗ്യം ഇല്ലായിട്ട് വരുന്ന സാധനമല്ല, അല്ലെങ്കിൽ വീടില്ലാത്തത് കൊണ്ടോ സമ്പത്തില്ലാത്തത് കൊണ്ടോ തറവാടില്ലാത്തത് കൊണ്ടല്ല. മനസ്സിലെ ആ ഒരു മുത്തുമഇന്നത്ത് നഷ്ടപ്പെടുമ്പോൾ വരുന്ന ഒരു സാധനം അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടേണ്ടതാണ്, വേറെ ഒരാൾക്കും അത് തരാൻ പറ്റൂല. അതുകൊണ്ട് എന്നും ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം, ഈമാനോട് കൂടിയിട്ടുള്ള ആ ഒരു സമാധാനം ഹൃദയത്തിന് നൽകണേന്ന്. നഷ്ടപ്പെടുമ്പോൾ നമുക്കതിന്റെ വേദന മനസ്സിലാവും. എന്ത് വിഷയമാണെങ്കിലും അങ്ങനെയാണല്ലോ. അതുകൊണ്ട് എന്താ പറയാ, അത്ര ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നവരെന്നുള്ള രീതിയിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, ഹൃദയത്തിനുള്ള ആ ഒരു ശാന്തത, ഈമാനോട് കൂടിയിട്ടുള്ള ആ ശാന്തത നിലനിൽക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. സുബ്ഹാനല്ലാഹ്. നമ്മൾ പലർക്കും പല രീതിയിലുള്ള പ്രയാസങ്ങളാ വരെ അല്ലേ. ചില ആൾക്കാർക്ക് അവരുടെ ഒറ്റ അല്ലെ ഒറ്റ ബന്ധങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് വരെ മരണപ്പെടുത്തിയിട്ടായിരിക്കും. ചില ആൾക്കാർക്ക് സാമ്പത്തികമായിട്ട് വല്ലാതെ ഞെരുക്കം അനുഭവിച്ചിട്ടായിരിക്കും. ചില ആൾക്കാർക്ക് അവരുടെ ദീനിലായിരിക്കും, ചില ആൾക്കാർക്ക് അവരുടെ മക്കളിലായിരിക്കും, ചില ആൾക്കാർക്ക് അവരുടെ സാമൂഹിക പശ്ചാത്തലങ്ങളിലായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള എന്താ പരീക്ഷണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തരാ. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? നമ്മളുടെ റബ്ബ് സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, നമ്മളെ പരീക്ഷിക്കുമ്പോൾ 2 കണ്ടീഷൻസ് ആണ് നമ്മളെ റബ്ബ് അവിടെ ഒരു അള്ളാഹുവിന്റെ ഒരു സുന്നത്ത് എന്ന് പറയുമ്പോൾ. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം, ഒരു ഫാത്തിമ എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമ്പത്തിനോട് വലിയ താല്പര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ എന്താ ആ ഒരു കാര്യത്തിൽ അവർക്ക് എന്താ പറയുക, ഇപ്പൊ സമ്പത്തില്ലെങ്കിലും വലിയ വിഷയമല്ല, അവർക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയൊക്കെ ഒരു മൈൻഡ് ആണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എന്താ പറയാ, സാമ്പത്തികമായിട്ട് ഇപ്പം വലിയ ഞെരുക്കം കൊടുത്താലും അവർക്കത് ബാധിക്കൂല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതല്ല അവരുടെ മൈൻഡിന്
വേദന തട്ടാൻ. അവർക്ക് അവരുടെ മക്കളിൽ എന്താ പറയാ, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഹസ്ബൻഡ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവരുടെ ഏറ്റവും അടുത്ത സർക്കിളിലുള്ള ആൾക്കാരായിരിക്കും അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സമ്പത്തിനേക്കാൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കുറേ സാമ്പത്തിക ഞെരുക്കം നൽകിയിട്ടല്ല അവരെ പരീക്ഷിക്കുക. അവരെ ഏറ്റവും ഉറ്റ ബന്ധുവായിട്ടുള്ള ആളെ മരണപ്പെടുത്തിയിട്ടോ അല്ല അവർക്ക് എന്തെങ്കിലും രോഗം നൽകിയിട്ടോ, ചിലപ്പം ഈ ഫാത്തിമ എന്ന് പറഞ്ഞ ആൾക്ക് ക്യാൻസറോ അല്ലെങ്കിൽ അതുപോലത്തെ മാരകമായ എന്തെങ്കിലും രോഗം ഉണ്ടാവും, എന്നാലും അവർക്കത് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് പ്രശ്നം ഉണ്ടാവാൻ, ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡിന് ചെറിയൊരു തലവേദന വരുമ്പോഴത്തേക്കാണ് അവർക്ക് ടെൻഷൻ ആവുന്ന ആളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാത്തിമാനേക്കാൾ കൂടുതൽ ഹസ്ബൻഡിന് രോഗം നൽകിയിട്ടാണ് ഫാത്തിമാനെ പരീക്ഷിക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാ പരീക്ഷണങ്ങൾ നൽകുന്നത്? വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. സുബ്ഹാനല്ലാഹ്. സൂറ മുൽക്കിൽ എന്താ പറയുന്നത്? നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല അമലുകൾ ചെയ്യുന്നത് എന്നുള്ള ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ദുനിയാവിൽ അയച്ചത് അല്ലേ? അതിനാണ് ജീവിതവും മരണവും അല്ലാഹു രൂപപ്പെടുത്തിയിട്ടുള്ളതെന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ തരിക, ഓക്കെ. ഇപ്പൊ സാമ്പത്തിക ഞെരുക്കം എന്ന് പറയുമ്പോൾ അത് എന്തായാലും ഒരു പരീക്ഷണം തന്നെയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസമൊന്നും അല്ല എങ്കിൽ അത് എന്താവൂല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉള്ള് പ്യൂരിഫിക്കേഷൻ ചെയ്യാൻ ആ പരീക്ഷണം പോരാ. ഏത് പരീക്ഷണമാണ് വേണ്ടത്? നമ്മളെ ഉള്ള് പടക്കുന്ന, നമ്മളെ ചങ്ക് പടയുന്ന, നമ്മളെ കണ്ണീരിലാഴ്ത്തുന്ന പരീക്ഷണം തന്നാൽ മാത്രമേ നമ്മളെ ഉള്ള് പ്യുവർ ആവുള്ളൂ. അപ്പൊ റബ്ബ് എന്ത് ചെയ്യും? ആ ലെവലുള്ള പരീക്ഷണങ്ങൾ തരും. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ചില ആൾക്ക് ഭൗതികപരമായിട്ട് ഒന്നും ആയിരിക്കൂല, അവർക്ക് ചിലപ്പം ദീനിലായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം നൽകുക. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും വലിയ ടെസ്റ്റാണത്. സുബ്ഹാനല്ലാഹ്. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ നമസ്കാരത്തിൽ ഖുശൂ കിട്ടുന്നില്ല, അതല്ല. ഈമാനിലുള്ള പരീക്ഷണം എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും നമ്മളുടെ ഹിദായത്ത് നിലനിർത്തി തരട്ടെ. ആമീൻ. ഒരു സെക്കൻഡ് മതിയില്ലേ നമ്മളെ മൈൻഡൊക്കെ മാറാൻ. എപ്പോഴും ആ ഒരു വിഷയം ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഹിദായത്തിന് അത് ഹിബയാണല്ലോ. അള്ളാഹു പറയുന്നില്ലേ, റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യി അല്ലല്ല സൂറ ആലി ഇമ്രാനിലെ ഫസ്റ്റത്തെ പേജിലെ അവസാന ഭാഗം പറയുന്നുണ്ടല്ലേ അള്ളാഹു തന്ന ഹിദായത്തിനെ പറ്റിയിട്ട്. അപ്പം അതാണ് ഏറ്റവും വലിയ ടെസ്റ്റ് ഈ ദുനിയാവിൽ നമുക്ക് വരാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ടെസ്റ്റാണ്. അപ്പം നമ്മൾ ചിലപ്പം അപ്പുറത്തെ ആളെ നോക്കിയിട്ട് പറയും, ഓക്കതല്ലേ, ഓക്ക് അത്രല്ലേ ഉള്ളൂ എന്ന് പറയും. പക്ഷെ അവൾക്ക് അതെന്താണ്? അവളുടെ ചങ്ക് പറിക്കുന്ന വേദനയുള്ള പരീക്ഷണമായിരിക്കും. രാത്രിയും രാവിലെ ഉറക്ക് കിട്ടാതെ കരയുന്നുണ്ടാവും, പക്ഷെ നമ്മളതറിയൂല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു പരീക്ഷണം തരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് താങ്ങാൻ പറ്റുന്നതിന്റെ ഏറ്റവും അവസാനത്തെ പോയിന്റിലുള്ള പരീക്ഷണമായിരിക്കും തരാം. അപ്പൊ നമുക്ക് എന്താക്കാൻ പറ്റൂല, അവളെ ലൈഫോ ഇപ്പുറത്തുള്ള ആളെ ലൈഫോ നോക്കിയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂല. പക്ഷേ അവിടെ അള്ളാഹു ഒരു ഗ്യാരണ്ടി തന്നിട്ടുണ്ട്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. നമുക്ക് താങ്ങാൻ പറ്റാത്തത് എന്തായിട്ടില്ല, തരൂല്ല. അപ്പൊ മനസ്സിലാക്കുക, ഏറ്റവും പീക്കിലുള്ളതായിരിക്കും നമുക്ക് അള്ളാഹു തരാം. സിമ്പിളായിട്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതോ അള്ളാഹു തരൂല, എന്നാലോ എനിക്ക് താങ്ങാൻ പറ്റാത്തതോ അള്ളാഹു തരൂല. എനിക്ക് എന്താ പറയാ, എനിക്ക് താങ്ങാൻ പറ്റുന്നതിന്റെ ഏറ്റവും അവസാനത്തിലുള്ള കാര്യമായിരിക്കും അള്ളാഹു തരാം. അപ്പൊ എന്താവുള്ളൂ, നമ്മളെ റബ്ബിന്റെ മുമ്പിൽ ഇരിക്കുള്ളൂ, നമ്മൾ കരഞ്ഞിട്ട് ചോദിക്കുള്ളൂ, നമ്മൾ തളർന്നിട്ട് അള്ളാഹുവിനോട് സഹായം തേടുള്ളൂ. അത് നമ്മൾ റബ്ബിനെ അറിയാം. അതുകൊണ്ടാണ് റബ്ബ് ആ രീതിയിൽ നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മൾ പൊട്ടി 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 റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ നമ്മൾ ബലഹീനരായിട്ട് ഇങ്ങനെ ഇരുന്ന് കരയുമ്പോൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, എൻ്റെ മുമ്പിൽ നീട്ടിയ കൈകളെ വെറും കൈയോടെ തിരിച്ചയക്കാൻ ഞാൻ ലജ്ജിക്കുന്നുണ്ട് എന്നുള്ള പറയുന്നുണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മൾ പിന്നെ ആ കണ്ണുനീരിന്റെ ഒരു സൗരഭ്യം നമ്മൾ പിന്നെ അനുഭവിക്കും. അള്ളാഹു തരും നമുക്ക്. സുബ്ഹാനല്ലാഹ്. നമ്മള് രാത്രിയുടെ ഇരുട്ടുകളിൽ മുസല്ല വിരിച്ചിട്ട് റബ്ബേ എനിക്ക് താങ്ങാനാവുന്നില്ല എന്ന് പറഞ്ഞ ആ നിഷ്കളങ്കമായിട്ട് നമ്മൾ കരയൂലോ. ആ കരച്ചിൽ അള്ളാഹു എന്താക്കിയിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കരച്ചിലുകൾക്ക് പകരമായിട്ട് അള്ളാഹു മണിമാളികകൾ പണിയുന്നുണ്ട്. അതൊരു പക്ഷെ നമുക്ക് ദുനിയാവിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല തരും. പക്ഷെ സ്വർഗത്തിൽ അതിനേക്കാൾ മനോഹരമായിട്ട് തരും. അതുകൊണ്ട് എന്ത് ചെറിയ പ്രയാസം ഉണ്ടെങ്കിലും അള്ളാഹിന്റെ മുമ്പിലിരുന്ന് കരഞ്ഞോ. കാരണം അത് അനുഭവിക്കുമ്പോൾ ഒരു അള്ളാഹുവിനോടുള്ളൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു എന്താ ഖുർആനിൽ പറയുന്നത്,
ഇൻ യഅലമില്ലാഹു ഫീ ഖുലൂബിക്കും ഖൈറൻ യുഅ്തിക്കും ഖൈറൻ മിമ്മാ ഉഖിദ മിൻകും വയഗ്ഫിർ ലക്കും. സുബ്ഹാനല്ലാഹ്. നമ്മളെ റബ്ബ് ഇത്രമേൽ എന്താ പറയാ ക്ലിയർ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ മുഅ്മിനീങ്ങളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഖുർആനിൽ. അല്ലാഹു എന്താ പറയുന്നത്, നിങ്ങളെ ഹൃദയത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആശയാണ് കേട്ടോ ഞാൻ പറയുന്നത്, ഒരിക്കലും അതിന്റെ പരിപൂർണ്ണ അർത്ഥമായിട്ട് ഇതിനെ മനസ്സിലാക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ ഹൃദയത്തിൽ, നമ്മളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു നന്മ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് എടുത്തതിനേക്കാൾ നല്ലത് നമ്മൾക്ക് തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അള്ളാഹ് പറയണ വയഗ്ഫിർലക്കും, അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്. ഇതിനേക്കാൾ വലിയ ഹോപ്പ് നമുക്കിനി, നമ്മൾ ശരിക്കും മോട്ടിവേഷന് വേണ്ടിയിട്ട് എവിടെ ഓടേണ്ടതല്ല. ഖുർആനിൽ തന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് എനർജിയൊക്കെ എടുക്കാനുള്ളത് ധാരാളം ഉണ്ട്. പക്ഷെ നമ്മളുടെ ഈമാന്റെ ബലഹീനത കൊണ്ട് നമുക്കത് ഖുർആനിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് മാത്രം. അപ്പൊ നമ്മളെ റബ്ബിന്റെ മുമ്പിൽ പിടിച്ചിരുത്തിയത് നമ്മളെ റബ്ബ് തന്നെയാണ്. എന്തിനാ? നമ്മൾ അള്ളാഹിനോട് ചോദിക്കാൻ വേണ്ടിയിട്ടാ. ചോദിച്ച് അള്ളാഹു ചോദിച്ചതിനേക്കാൾ ഇരട്ടിന്റെ ഇരട്ടിയായിട്ട് നമുക്ക് അത് തരാൻ വേണ്ടിയിട്ട് അള്ളാഹിന്റെ മുമ്പിൽ ഇരുത്തുന്നത്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ടെൻഷനും ഇല്ല, എല്ലാം അടിപൊളിയാണ്, നല്ല ദീനുള്ള മക്കളാണ്, നല്ല നിസ്കാരം 5 വക്ത് നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്നുണ്ട്, നല്ല ഖുശൂ കിട്ടുന്നുണ്ട്, ഈമാനൊക്കെ അടിപൊളിയാണ്, സാമ്പത്തികമായിട്ടും അടിപൊളിയാണ്, എല്ലാ തരത്തിലും നമ്മൾ അടിപൊളി ഉഷാറാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ അള്ളാഹിന്റെ മുമ്പിൽ ഇരിക്കുവോ? ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ കരയോ? നമ്മളെ ഹൃദയം പൊട്ടുവോ നിസ്കാരത്തില്? ഇല്ലല്ലേ. കാരണം നമ്മളെല്ലാം കൊണ്ട് ഓക്കെയാണ്. പിന്നെ എന്തിനാ നമുക്കിപ്പോ ഒരു എന്തിൻ്റെയൊക്കെ ആവശ്യമുണ്ട് നമുക്ക്? പക്ഷെ എന്തെങ്കിലും ഒന്ന് നമ്മളെടുത്ത് നല്ല എടുത്തു നോക്കിയാൽ പിന്നെ നമ്മൾ അള്ളാന്റെ ബാക്കിൽ ഓടും അല്ലേ? നമ്മൾ വല്ലാത്തൊരു സാഹചര്യത്തിൽ വുദൂ ചെയ്തുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടിയിട്ട് അള്ളാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ശരിക്കും നമ്മളൊരു വല്ലാത്തൊരു സാഹചര്യത്തിലാണ് നിസ്കരിക്കുന്നത്, നമ്മളോട് കരഞ്ഞു പോകും. കാരണം യാ അള്ളാ എനിക്ക് പറ്റുന്നില്ല എന്നിട്ട് അള്ളാഹു അക്ബർ പറഞ്ഞാൽ തന്നെ മതി, ഫാത്തിഹ വരെ എത്തണ്ട, നമ്മളോട് പൊട്ടിപ്പോവും. നമ്മളെ ഏക ആശ്രയൻ അള്ളാഹു മാത്രമാണെങ്കിൽ നമുക്കത് അനുഭവിക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹു പലപ്പോഴും തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ, അള്ളാഹ്ക്ക് എന്താ പറയാ, നമ്മളെ ഈ ഒരു മാനസികാവസ്ഥ കാണുമ്പോൾ തന്നെ സുബ്ഹാനല്ലാഹ് ഒരു ഭയങ്കര പാവം അല്ലെങ്കിൽ ഒരു കനിവ് തോന്നിയിട്ട് നമുക്ക് ചെയ്തു തരുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ, അത് പിന്നീട് നമ്മളെല്ലാം കൈനൊന്നിങ്ങനെ മറികടന്ന് വരുമ്പോൾ നമ്മളെ ജീവിതത്തിൽ വരുന്ന ഓരോ സൗഭാഗ്യം കാണുമ്പോൾ വിചാരിക്കും അള്ളാഹ് സുബ്ഹാനല്ലാഹ്, എന്റെ റബ്ബ് എനിക്ക് എത്രയാ തരുന്നത്. അതിൻ്റെ ഒന്നും ഒരു തരുന്നതിന് നമുക്ക് ഒരിക്കലും നമ്മൾ അർഹിക്കുന്നതല്ല തരുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം. ഞാൻ കുറെ കരഞ്ഞോണ്ടാണ്, അല്ലെ ഞാൻ കുറെ പ്രയാസം അനുഭവിച്ചോണ്ടാ ഇതൊക്കെ എനിക്ക് കിട്ടേണ്ടതാന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ അർഹിക്കുന്നത് ഒന്നാണെങ്കിൽ റബ്ബ് ലക്ഷങ്ങളും കോടികളോ തരുന്നത് മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സത്യത്തിൽ ഈ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും എന്താ പറയാ ശാന്തമായ അല്ലെങ്കിൽ ഒരു സൗഭാഗ്യപരമായ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഈ റബ്ബിനെ മനസ്സിലാക്കലും ഈ റബ്ബിന്റെ ദീന് മനസ്സിലാക്കലും ആ റബ്ബിലേക്ക് ഓടി അടുക്കുമ്പോൾ ആ ഒരു ലദ്ദത്ത്, ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഒറ്റക്ക് അള്ളാന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു എനർജി എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെ അനുഭവമാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പ്രിയ സഹോദരിമാരോട് എനിക്ക് ഫസ്റ്റ് എന്നോടാണ്, അതുപോലെ നിങ്ങളൊക്കെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാനുള്ളത്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ അല്ല അള്ളാഹുവിന്റെ റഹ്മത്തിൽ ഒരിക്കലും നമുക്ക് നിരാശ വേണ്ട. ഒരിക്കലും നിരാശ വേണ്ട. കാരണം നമ്മളെ സൃഷ്ടിച്ച റബ്ബാണ്. വേറെ ആരാ നമുക്ക് നമ്മളെ ഇത്രമേൽ ചേർത്ത് പിടിക്കാനും, ഇത്രയും വീണുപോയി, ഇത്രയും ബലഹീനരാണ്, ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി, നമുക്ക് നമ്മളുടെ നെഫ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെയാണ് നമ്മൾ ചെയ്തു പോയത്. പല സാഹചര്യത്തിലും അറിഞ്ഞുകൊണ്ട്, ചെയ്യാൻ പാടില്ല എന്ന് അറിഞ്ഞുകൊണ്ടും ചെയ്ത ഒരുപാട് പാപങ്ങളുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ആവുന്നില്ലേ? അള്ളാഹ് പുറത്തരുമെന്ന് ചിന്ത വരുന്നില്ലേ? നമ്മളെ സൃഷ്ടിച്ച റബ്ബ് പക്ഷെ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അത് വെറും ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ എന്ന് മാത്രമാണ് ഖുർആനിൽ പറഞ്ഞത്, ഒരിക്കലും അല്ല. ഈ ഭാഗം പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഇതിന്റെ മുന്നത്തെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. സുബ്ഹാനല്ലാഹ്.
പലപ്പോഴും ഈ വാക്കിനാണ് ഏറ്റവും എന്താ പറയാ ലാ തഖനതു മിർ റഹ്മത്തില്ല എന്ന് പറയുന്നതിനെ ഒന്നും കൂടിയും പവർഫുൾ ആക്കുന്നത് യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം എന്നുള്ളതാണ്. അള്ളാഹ് പറഞ്ഞത് മുഅ്മിനീങ്ങളെ നിങ്ങൾ നിരാശപ്പെടണ്ടെന്നല്ല, ആബിദീങ്ങളെ നിങ്ങൾ നിരാശപ്പെടണ്ടെന്നല്ല, ഇബാദത്ത് ചെയ്യുന്നവരെ നിങ്ങൾ നിരാശപ്പെടണ്ടെന്നല്ല അള്ളാഹു പറഞ്ഞത്. അസ്റഫു അല അൻഫുസിഹിം, സ്വന്തത്തോട് അക്രമം ചെയ്തു പോയവരെ തന്നെയാണ് അള്ളാഹ് വിളിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ എന്തിനാ ഇനി നിരാശയുടെ പടുകയിലേക്ക് പോകേണ്ട ആവശ്യം? സുബ്ഹാനല്ലാഹ്. കാരണം അവിടെ അള്ളാഹ് ഏറ്റവും അവസാനത്തെ വാക്ക് പറഞ്ഞു, ഇനിയൊരു ഓപ്ഷൻ ഇല്ല. സ്വന്തത്തോട് അക്രമം ചെയ്തു പോയവർ, പിന്നെ അതിനേക്കാൾ വലിയ ദുൽമിനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ? അങ്ങനത്തെ ആൾക്കാരെ അള്ളാഹ് വിളിച്ചിട്ട് പറയുന്നത് ലാ തഖനതു, നിങ്ങൾ നിരാശപ്പെടല്ലേ. എന്തിൽ നിന്ന്? മിർ റഹ്മത്തില്ല, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാം. വാ, ഈ വഴിയിലേക്ക് നിങ്ങൾ വാ, അള്ളാഹു പുറത്തു തരാം. അത് ഏത് രീതിയിലാണെങ്കിലും. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതുകൊണ്ട് ഈ ദുനിയാവിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും റാഹത്തായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പം ഈ അള്ളാഹിനെ മനസ്സിലാക്കലും, പറ്റുമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. എല്ലാ ദിവസവും ഒരു ഒരു നേരം നമ്മൾ നമ്മളെ റബ്ബുമായിട്ട്, അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതാണ്. എനിക്കൊക്കെ എന്ന് പറയുമ്പോൾ ഇരുട്ടത്തിരിക്കണം. ചില ആൾക്കാർക്ക് തഹജ്ജുദിനാണെങ്കിലും നട്ടപ്പരാക്കാണെങ്കിലും ലൈറ്റ് ഇട്ടിട്ട് ഇരിക്കണം. അതൊക്കെ ഓരോരുത്തർ ഇതാണ്. ഞാൻ പറയാ, അങ്ങനെ ഒരു നേരം ഒരു മുസല്ല വിരിച്ച് നമ്മൾ റബ്ബിനോട് നമ്മൾ ഇരുന്ന് ആ മനസ്സ് തുറന്നുള്ളൊരു സംഭാഷണം ഉണ്ടല്ലോ, പിറ്റേന്ന് ഒരു ദിവസത്തേക്കുള്ള മുഴുവൻ എനർജി നമുക്ക് അതിൽ നിന്ന് സംഭരിച്ചെടുക്കാം. നമ്മളെ പ്ലഗ് അള്ളാഹുവിലേക്ക് കണക്ട് ചെയ്തിരിക്കണം. ആ പ്ലഗ് ഊരിയാൽ നമ്മൾ ഫ്യൂസായി പോകുന്ന എപ്പോഴും മനസ്സിൽ കാണാം. അള്ളാഹുവിനെ മറന്നിട്ട് നമ്മൾ ഓടിയോ കഴിഞ്ഞു നമ്മളുടെ കാര്യം. വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും. അള്ളാഹിനെ മറന്നിട്ട് ഓടല്ലേ, അപ്പൊ നമ്മൾ എന്തായി? ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അതുകൊണ്ട് സ്വന്തത്തെ അള്ളാഹുവിനെ മറക്കാന്ന് പറഞ്ഞാൽ സ്വന്തത്തെ മറന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും നമ്മൾ എത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും എല്ലാത്തിന്റെ അടിസ്ഥാനം അള്ളാഹുവിനോടുള്ള ഒരു സംഭാഷണത്തിലേക്ക് നമ്മൾ തുടങ്ങുക. ചെറിയ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ, വലിയ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ, വലിയ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, ചെറിയ മനപ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ റബ്ബിനോട് പറഞ്ഞ് ശീലിക്കുക. നമുക്കില്ലേ, ശരിക്കും പറഞ്ഞാൽ ദുനിയാവിലെ പട്ടാളങ്ങൾ, അല്ലെങ്കിൽ വല്ലാത്തൊരു എനർജി ആയിരിക്കും നമുക്ക് നമ്മളെ ഉള്ളിൽ. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനഹു വ തആല ആ ഒരു മാധുരി അനുഭവിച്ചുകൊണ്ട് റാഹത്തായിട്ട്, ശരിക്കും റാഹത്ത് എന്നുള്ള വാക്കിന് ഇപ്പോൾ വല്ലാത്തൊരു മാധുര്യാണ്. എന്താ പറയാ, ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ട് ആ റാഹത്ത് അനുഭവിക്കുമ്പോൾ കുറച്ച് മുന്നേ വരെ ആ പറയുന്ന റാഹത്തിനേക്കാൾ വല്ലാത്തൊരു മാധുര്യം ഇപ്പം അനുഭവിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മരണം വരെ അള്ളാഹുവിന്റെ ഈമാനിന്റെ റാഹത്ത് അനുഭവിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയില് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. അതുകൊണ്ട് എന്നും നമ്മൾ മരണത്തിനെ പ്രതീക്ഷിക്കുക, അദ്കാറുകൾ പൂർത്തിയാക്കുക. കാരണം ഇന്ന് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിലേക്ക് എനിക്കുള്ളത് എന്താ? ഞാൻ ചെയ്തു വെച്ചത് മാത്രമേ ഉള്ളൂ, അല്ലേ? വേറെ ആരെങ്കിലും ചെയ്തു വെച്ച എൻ്റെ അക്കൗണ്ടിലേക്ക് വരാനുണ്ടോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് നമ്മളെ പരലോകത്തിനെ സേഫ് സോണിലാക്കുക എന്നുള്ളത് നമ്മൾ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. സുബ്ഹാനല്ലാഹ്. ഇന്നലെ ഒരു ഷെയ്ഖിന്റെ വാക്കുകൾ കേൾക്കണ്ടായി. നമ്മൾ എടുക്കുന്ന ശ്വാസത്തിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈവനിങ് ആൻഡ് മോർണിംഗ് അദ്കാറുകൾ എന്നാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആയുധങ്ങളില്ലാതെ പടക്കളത്തിലേക്ക് പോകുന്ന പോലത്തെ ഒരു വിഡ്ഢിയാണ് എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ആയുധങ്ങളില്ലാതെ പടക്കളത്തിലേക്ക് പോയാൽ എന്താ സംഭവിക്കുക? മാരക വസ്തുക്കൾ കൊണ്ട് നമ്മൾ മുറിവേൽക്കപ്പെടും, നമ്മൾ മരണപ്പെടും. എന്നാലോ ഫുള്ള് സെറ്റപ്പായിട്ട് വലിയ വലിയ ആയുധങ്ങൾ കൂടിയിട്ട് നമ്മൾ പോകുന്നെങ്കിൽ ആ ആയുധങ്ങളെ കൊണ്ട് നമുക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനും പറ്റും, മറ്റുള്ളവരെ വീഴ്ത്താനും പറ്റും, ശത്രുക്കളെ വീഴ്ത്താനും പറ്റും. ഇതുപോലെയാണ് അദ്കാറിന്റെ കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും നമ്മൾ വീഴ്ചകൾ വരുത്താതെ റബ്ബിനോടുള്ള ഏറ്റവും നല്ലൊരു ബന്ധം കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും തൗഫീഖ് നൽകട്ടെ. നിരാശ വേണ്ട. എത്ര വലിയ തെറ്റുകൾ ചെയ്തു പോയാലും, പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈമാനികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വീക്ക്നെസ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തളരല്ലേ. കാരണം നമുക്ക് എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് അടുക്കണം എന്നുള്ളൊരു മൈൻഡുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ദുനിയാവിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് വീഴ്ചകൾ വന്നാലും, എന്ത് തകർച്ച വന്നാലും അതിനേക്കാൾ നമ്മൾ ഒരു പിടി കൂടി വേദനിക്കാൻ നമ്മൾ ഈമാനികമായിട്ടുള്ള വീഴ്ചയിലായിരിക്കും.
അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിശാച് അവിടെ ഉണ്ടാവും. നമ്മൾ തളരാൻ കാത്തിക്കാണ്. സുബ്ഹാനല്ലാഹ്, ഖുർആനിൽ അല്ലാഹു വീണ്ടും പറയാണ്, വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. യാ അല്ലാഹ്, ഖുർആനിൽ ഏത് രീതിയിലൊക്കെയാണ് അല്ലാഹ് സുബ്ഹാനഹു വ തആല നമ്മളോട് സംസാരിക്കുന്നത് നോക്കിയാ. നിങ്ങൾ സുബ്ഹാനല്ലാഹ്, അതിൻ്റെയൊക്കെ ഭാഷാർത്ഥം എന്നൊക്കെ പറയുമ്പോൾ വലിയ കാര്യങ്ങളാണ്. വലാ തഹിനു വലാ തഹ്സനു എന്ന് പറയുമ്പോൾ ടെൻഷനെ പറ്റി പറയുന്നുണ്ട്, ഫ്യൂച്ചറിനെ പറ്റി പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ എന്തായാലും ഒരാശയം പറയുകയാണെങ്കിൽ, നമ്മൾ നിരാശപ്പെടേണ്ടവരോ നമ്മൾ ഭയപ്പെടേണ്ടവരോ അല്ല. വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങളാണെങ്കിൽ, മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് ഈമാനികമായിട്ടുള്ള വീഴ്ചകൾ വരുമ്പോഴും നമ്മൾ ഈമാനികമായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ഒരു തരത്തിലും എത്താൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ ഉള്ളിൽ എന്താ ചെയ്യുക, ഒന്ന് കാമായിട്ട് പറയാം, ഇല്ല ഇൻഷാ അല്ലാഹ് റബ്ബിലേക്ക് എനിക്ക് അടുക്കാൻ പറ്റും. നാവ് കൊണ്ട് അദ്കാറുകൾ ചൊല്ലി 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 നോക്കുക. ഒരു പക്ഷെ ഹൃദയം വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, എന്നാലും അവസാനത്തിൽ അത് ഹൃദയത്തിലേക്ക് പ്രവേശിക്കും. പിന്നെ അത് ഹൃദയം ഏറ്റെടുക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും നിരാശൻ്റെ ഒരു പടുകുഴിയിലേക്ക് നമ്മൾ വീണു പോവരുത്. റബ്ബിലുള്ള ഹുസ്നുദ്ദനെ എന്നും നിലനിർത്താൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് തന്നെ സ്ട്രെങ്ത്തിന് ചോദിക്കുക. അങ്ങനെ അദ്കാറുകളും അതുപോലെ അള്ളാഹുവിനോടുള്ള ഇബാദത്തുകളും ഹക്കുകളും ഒക്കെ പൂർത്തീകരിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയോട് ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് എന്ത്, നമ്മളുടെ സാമൂഹികമായിട്ടുള്ള കുറച്ച് ഉത്തരവാദിത്തങ്ങളും കുറച്ച് കടപ്പാടുകളും നമ്മൾക്കുണ്ട് അല്ലേ. അതും ഏറ്റവും നല്ല രീതിയിൽ പൂർത്തിയാക്കാനും അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ അങ്ങനത്തെ കാര്യങ്ങൾ കൂടി നമ്മൾ ഏറ്റവും നല്ല ഭംഗിയായിട്ട് പൂർത്തീകരിക്കാനുള്ള തൗഫീഖും അള്ളാഹുവിനോട് തന്നെ ചോദിക്കാം. ഞാൻ പറഞ്ഞില്ലേ, എന്തുണ്ടെങ്കിലും നമ്മൾ പ്ലഗ് ചെയ്യുന്ന അള്ളാഹുവിലേക്ക് മാത്രമായിരിക്കണം കണക്ട് ചെയ്യേണ്ടത് ഇൻഷാ അല്ലാഹ് ബിഇസ്നില്ലാഹി തആല. അതുകൊണ്ട് നിരാശൻ്റെ പടകുവിലേക്ക് പോവാതെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഇബാദത്തുകൾ പൂർത്തിയാക്കി അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാ ദിവസവും ഈ പറഞ്ഞതുപോലെ ഒരു സമയം റബ്ബുമായിട്ടുള്ള ലിഖാഇന് വേണ്ടിയിട്ട്, ഒറ്റയ്ക്ക് ഇരുന്നിട്ടുള്ള ഒരു സംസാരത്തിന് വേണ്ടിയിട്ട്, അത് ചില ദിവസം നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഭയങ്കര രസമായിരിക്കും അള്ളാഹിനോട് സംസാരിക്കുമ്പോൾ. കുറേ അച്ചീവ്മെൻറ്റ്സ് പറയാനുണ്ടാവും അള്ളാഹിൻ്റെ അടുത്ത്. എന്നാൽ ചില ദിവസം നമ്മൾ തളർന്നിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, അന്ന് കുറേ കരയാനായിരിക്കും ഉണ്ടാവുക. എന്നാൽ ചില ദിവസം ഒരുപാട് നമ്മളുണ്ടാവില്ല, ഏറ്റവും അടുത്ത ആൾക്കാരോട് നമ്മൾ പരാതി പറയുള്ളൂ. ചില ദിവസം നമുക്ക് കുറേ പരാതികളായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഭയങ്കര രസമാണ് സത്യത്തിൽ ആ ഒരു കോൺവെർസേഷൻ നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു തൗഫീഖ് നമുക്ക് എന്നും നിലനിർത്തി തരട്ടെ, ആമീൻ. ഏതായാലും ഈ ഒരു രീതിയിൽ കുറച്ച് ഈമാനികമായിട്ട് അള്ളാഹുവിൻ്റെ ഓർമ്മകളിലേക്ക് തിരിച്ചു വിടുക, എൻ്റെ ഹൃദയത്തെയും കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തെയും തിരിച്ചു വിടുക എന്നുള്ള മാത്രമാണ് ഇന്നത്തെ അദ്ദഅവത്തു ഇലല്ലാഹിൽ സംസാരം കൊണ്ട് ഉദ്ദേശിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൃപ്തി കാംക്ഷിച്ചും കൊണ്ട് മാത്രം അമലുകളും ഇബാദത്തുകളും ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാട്ടെ. ഈ സംസാരം മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഇഖ്ലാസുള്ള ഹൃദയങ്ങളും ഇഖ്ലാസുള്ള അമലുകളും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരുമാറാവട്ടെ, ആമീൻ. ഏകദേശം ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ ജീവിച്ച് മരിച്ച് ഏറ്റവും നല്ല മരണം സന്തോഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ വന്ന് നമ്മളെ റൂഹിനെ ഇങ്ങനെ വരവേറ്റ് പോകുന്നൊരു മരണം ഉണ്ടല്ലോ, ഏറ്റവും സൗഭാഗ്യമുള്ള മരണം, അത് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വർഗീയമായ ഖബർ ജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നാളെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അഹ്ലുൽ ഖുർആനിൻ്റെ ഒരു ആദരവുള്ളൊരു വിഭാഗം ഉണ്ട് അല്ലേ, സാലിഹീങ്ങൾ, ശുഹദാക്കൾ, നബിമാര്, അങ്ങനെ ഏറ്റവും അനുഗ്രഹീതരായ ഒരു വിഭാഗം ആൾക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരിടം നൽകട്ടെ, ആമീൻ. ആ വിഭാഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉൾപ്പെടുത്തട്ടെ. കാരണം ഭയാനകരമായ പരലോകം നിസ്സാരമല്ല, അതൊരു കളിയും തമാശ അല്ല, അതൊരു സിമ്പിളായിട്ടുള്ള കാര്യമല്ല അല്ലേ. അവിടുത്തെ വിജയമാണ് ഏറ്റവും പ്രധാനം. അള്ളാഹു അതിനുതകുന്നൊരു ജീവിതം, അവിടെ സക്സസ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ജീവിതം ഈ ദുനിയാവിൽ നയിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ, ആമീൻ. നാളെ നരകം ഹറാമാക്കി സ്വർഗം വാജിബായ ഒരു വിഭാഗം ആൾക്കാരുണ്ടല്ലേ, അവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നാളത്തെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ആ സൗഭാഗ്യത്തിനൊന്നും അർഹരല്ലെങ്കിലും നമ്മളുടെ ആ ഒരു ബലഹീനത വെച്ചിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോട് നമുക്ക് ചോദിക്കാം. കാരണം അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണല്ലോ നമുക്ക് ഓരോന്ന് ലഭിക്കുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും.
അതിനുതകുന്ന ജീവിതം ഇവിടുന്ന് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. أقول قولي هذا وأستغفر الله لي ولكم ولسائر المسلمين فاستغفروه إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. جزاكم الله خيرا كثيرا في الدنيا والآخرة يا أخوات في سبيل الله. ഒരുപാട് സന്തോഷം നിങ്ങൾ ഒരുപാട് ആൾക്കാരുടെ കൂടെ ഇങ്ങനെ സംസാരിക്കാൻ അള്ളാഹുവിനെ പറ്റി പറയാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു അവൻ്റെ സെക്ഷനിൽ എന്നും നമ്മളെ നിലനിർത്തട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. ആമീൻ. അർഷദ